ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ നിറപുഞ്ചിരിയോടെ ഈ ഇൻട്രോ വീഡിയോ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു കുഞ്ഞു വ്ലോഗാണ്. കുഞ്ഞു വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്രാവൽ വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പെരിങ്ങാലത്തോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ അഷ്ടമുടി വള്ളക്കടവിൽ ബോട്ട് കാത്ത് നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് 2 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചാണ് ഇവിടെ വന്ന് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. പോസ്റ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങോട്ടാണ് ഈ യാത്രയെന്ന് വെച്ചാൽ, പറയാൻ മറന്നുപോയി, ദേ പോകുന്നത് കണ്ടു, വന്ദേ ഭാരത്. ഞങ്ങളവിടെ നിന്നപ്പോൾ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേട്ട് നോക്കിയത്, അപ്പോൾ ദാ പോകണു വന്ദേ ഭാരത്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പൊതുവേ ഞങ്ങൾ ഇങ്ങനെ ബോട്ടിലല്ല ഗൈസ് പോവാറ്. ഞങ്ങൾ മൺറോത്തുരുത്ത് വരെ ബസ്സിൽ പോയിട്ട് അവിടുന്ന് റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്ത് പെരിങ്ങാലത്തൊരു വിശാലമായ ഒരു നീണ്ട നടന്നാണ് ഞങ്ങൾ പോകാറ്. ഇത്രയും വളർന്നതിന് ശേഷം ഇതിപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റൊന്നും അല്ല കേട്ടോ, കുഞ്ഞായിരുന്നപ്പോൾ ഇതേ മാർഗം ഞങ്ങൾ പെരിങ്ങാലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വളർന്നതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈ കാണുന്നതാണ് ഗൈസ് പെരുമൺ പാലം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ട്രെയിൻ ദുരന്തം നടന്ന പാലമാണ് ഗൈസ്. എൻ്റെ അമ്മ ആ ടൈമിൽ നല്ല കുട്ടിയായിരുന്നെന്നാണ് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ നേരം വായിനോക്കി നിന്നിട്ട് കൊടയും ചൂടി മീനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഗൈസ്. ഞാൻ ഈ നടന്നു പോകുന്നത് നമുക്ക് പോകാനുള്ള ബോട്ട് വരുന്നുണ്ട് അമ്മ എന്ന് പറയാൻ വേണ്ടിയാണ്. അമ്മ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ്, കാരണം നല്ല വെയിലാണേ. അപ്പോൾ ദേ വരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് കണ്ടപ്പോൾ എൻ്റെ അനിയത്തി പറയാം, ഇതെന്തോ ഒരുമാതിരി കൊള്ളക്കാരുടെ ബോട്ട് പോലെ ഉണ്ടെന്ന്. എനിക്ക് ശരിക്കും ഈ ബോട്ട് വരുന്ന കാഴ്ച കണ്ടപ്പോൾ തോന്നിയത് മറ്റേ പഞ്ചാബി ഹൗസിലെ ആശാനെ ജങ്ക ജഗ ജഗ എന്ന് പറഞ്ഞ് ഹരിശ്രീ അശോകം വരില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ് എന്ന് അറിഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്നാൽ പോകാം എന്ന്. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് മൺറോത്തുരുത്ത് നിന്ന് നടന്നു പോകുന്നതായിരുന്നു. പക്ഷെ അവിടെ നിന്നാകുമ്പം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയും ഒട്ടും മോശമല്ല എന്നല്ല കേട്ടോ, ഇവിടെയും നല്ല ഭംഗിയുണ്ട്. ഒരു ബോട്ട് യാത്രയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പൊതുവേ ചെയ്തിട്ടില്ല എന്നല്ല, ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞായിരുന്നപ്പോഴാണ്. പിന്നെ മറൈൻ ഡ്രൈവിൽ വരുമ്പോഴാണ് ഒരു ബോട്ട് യാത്ര ഉണ്ടല്ലോ അത്. ഈ കാണുന്ന സീനെന്ന് വെച്ചാൽ വീട്ടിലെ പോരാളി വഴക്ക് പറയുന്നതാണ്. എന്തിനാണ് ഫോൺ എടുത്ത് വെളിയിലോട്ട് വെച്ച് വീഡിയോ എടുക്കുന്നത്, ഫോൺ എങ്ങാനും വെള്ളത്തിൽ വീണാലോ എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 പേരുടെ ഈ പോക്ക് കണ്ട എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് തോന്നും. എന്നാൽ അല്ല ഗൈസ്, ഒരു കുഞ്ഞ് അച്ചാർ വാങ്ങാൻ പോവുകയാണ്. മാങ്ങാച്ചാറോ നാരങ്ങ അച്ചാറോ അല്ല, കക്ക അച്ചാർ വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പെരിങ്ങാലത്തെത്തിയിരിക്കുന്നു. ഇതൊരു കുഞ്ഞ് ദ്വീപാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. എന്ത് രസമാണെന്നൊക്കെ, ചുറ്റും കായലും കുറേ വള്ളവും, എന്താ ഒരു പ്രകൃതി ഭംഗി. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞാൻ ഈ പോകുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സീനറി എന്ന് പറയുന്നത്. കാരണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അമ്മയും മോളുവാണെങ്കിൽ എൻ്റെ കൂടെ നിന്നതേ ഇല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി. എന്നാൽ ഈ വഴി വന്നാൽ വീട് എവിടെയാണെന്നൊരു ഐഡിയയും ഞങ്ങൾക്കില്ല. ഒരു ഊഹം വെച്ചങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പയ്യെ ഇങ്ങനെ വരാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ തനിയെ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ പ്രകൃതിയിലോട്ട് നോക്കിയിരിക്കുമ്പം എന്തോ ഒരു വലിയ ഒരു പീസ് ഓഫ് മൈൻഡാണ് ഫീൽ ചെയ്യാറ്. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആയിരിക്കാം, എനിക്കതിനെ പറ്റി അറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ കാണുന്നത് കണ്ടൽ ചെടിയാണ് ഗൈസ്. അപ്പോൾ അവിടെ തന്നെ കുറേ വള്ളമൊക്കെ ഇങ്ങനെ ഷെഡിലൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പുറത്തെ സൈഡും വീടാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ്. മൊത്തത്തിൽ ഒരു ഗ്രീൻ മയം അല്ലേ, മൊത്തത്തിൽ പച്ച കളർ, കായലും മരവും എല്ലാം മൊത്തത്തിലൊരു പച്ച കളറ്. ഇത് കരിമീൻ കൃഷിയാണ് ഗൈസ്. ഇതിനകത്ത് കരിമീനാണെന്ന് അപ്പാപ്പൻ പറഞ്ഞാണ് അറിയുന്നത്. അങ്ങനെ ഒടുക്കം ഞങ്ങൾ വീടെത്തിയിരിക്കുന്നു. അങ്ങനെ വീടെത്തി. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഞങ്ങൾ ടയേർഡായിരുന്നു. ഞങ്ങളങ്ങനെ വെളിയിൽ വന്നിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. കാലിൽ ഈ കെട്ട് കണ്ടില്ലേ, ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായതാണ് ഗൈസ്. അതൊക്കെ ഒരു വലിയ കഥ. അങ്ങനെ വെള്ളവും
ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. സ്റ്റോറി ഇടാനുള്ള വീഡിയോ കാണിക്കുകയാണ്, കൊള്ളാവോ എന്ന് ചോദിച്ചിട്ട്. ഇതാണ് റയാൻ ബേബി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ അച്ചാറുമായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കുപ്പി നിറയെ കക്ക അച്ചാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കക്ക. ഞാൻ ഏറ്റവും കൂടുതൽ കക്ക കഴിക്കാറ് പുഴുങ്ങിയിട്ട് പച്ചയ്ക്ക് തിന്നാറാണ് പതിവ്. അതും പച്ചച്ചോറിനകത്തിട്ട് ഇളക്കി തിന്നാറാണ് പതിവ്. ഈ ശീലമൊക്കെ എനിക്ക് എൻ്റെ അമ്മച്ചിയാണ് പഠിപ്പിച്ചു തന്നത്. കുട്ടിക്കാലം തൊട്ടേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ അങ്ങനെയാണ് ഗൈസ് ചെയ്യാറ്. അത് കാണുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വീണ്ടും വള്ളക്കടവിൽ വന്നു. അപ്പോൾ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ ഈ ഒരു സീൻ കാണാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കാം, എനിക്കൊരു വീഡിയോ എടുത്ത് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോളും എടുത്ത് തന്ന വീഡിയോ ആണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പാപ്പനോട് ചോദിച്ചപ്പം ഈ കായലിൻ്റെ ഉപ്പുവെള്ളത്തിൻ്റെ ചൂടാണ് നമുക്കിങ്ങനെ അടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒടുക്കം ഞങ്ങളുടെ ബോട്ട് വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ വീണ്ടും ചെന്ന് അഷ്ടമുടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം ബസ് കയറി വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ആകാശം കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ, കായലും ആകാശവും ഒക്കെ. എനിക്കെന്തോ ആകാശം കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ സൺസെറ്റ് ആവാൻ പോവുകയാണ്. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഉടനെ തന്നെ വരാം. വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്.